ഹലോ, ചിങ്കം ഹിയർ. എന്ത്? ഇന്നലെ രാത്രി അവിടെ മോഷണം നടന്നു? ഹലോ, എന്ത്? നിങ്ങളവിടെ ഇന്നലെ രാത്രി മോഷണം നടന്നിട്ടുണ്ടെന്നോ? എന്താ പറഞ്ഞ? നിങ്ങളവിടെ ഇന്നലെ രാത്രി മോഷണം നടന്നുവെന്നോ? ഓ മൈ ഗോഡ്, ഞാൻ ഇനി എന്താ ചെയ്യാ? ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കള്ളനല്ലെങ്കിൽ അത് മിക്കവാറും ഭൂതമായിരിക്കും. അതുകൊണ്ടല്ലേ പിടികിട്ടാത്തത്. ഭൂതം? ഭൂതം ഭൂതം അത് നല്ലൊരു ഐഡിയ ആണ്. അടിപൊളി ഐഡിയ ആണ്. രാത്രി നമ്മൾ തന്നെ ഭൂതമായി വേഷം മാറി എല്ലാ കള്ളന്മാരെയും പിടിക്കാം. അപ്പൊ പിന്നെ കള്ളന്മാര് രാത്രി ഇറങ്ങി മോഷ്ടിക്കാൻ ധൈര്യം കാണിക്കില്ല. ഗുഡ് ഐഡിയ കോൺസ്റ്റബിൾ, വെരി ഗുഡ് ഐഡിയ. Come on, എന്നോടൊപ്പം വരൂ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഈ ഡ്രസ് വിട്ട് ഈ രാത്രിയിൽ നീ എന്തിനാ വരാൻ പറഞ്ഞത്? വലിയേട്ടാ, ഇപ്പോഴൊക്കെ ഫുർഫുറി നഗരത്തിൽ ഒരുപാട് കളവ് നടക്കുന്നുണ്ട്. ചിങ്കം സാറിനാവട്ടെ കള്ളനെ പിടിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ഇതാണ്. നമ്മൾ രാത്രി പെട്രോളിംഗ് നടത്തി കള്ളനെ പിടിക്കുന്നു. നീ വെറുതെ വിഷമിക്കരുത് മോട്ടു. കള്ളന്മാരെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ രോഗികളാണ് സത്യം. ഒരു തവണയെങ്കിലും അവനെ എന്റെ കയ്യിൽ കെട്ടിയാൽ എന്റെ എല്ലാ പരീക്ഷണങ്ങളും ഞാൻ അവനെ വെച്ച് ചെയ്യും. എന്റെ അമ്മോ, അത് മോട്ടു പത്രമല്ലേ? അവരെന്നെ കാണുമ്പോ പേടിക്കണമെന്ന് നോക്കട്ടെ. ഇവിടേക്കാ വരുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഓടിക്കോ മോട്ടു, ഓടിക്കോ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, ഈ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ഉണ്ട് എന്റെ അത്തിപ്പാറമ്മജി, ഭൂതമുണ്ട്, പ്രേതമുണ്ട്. ഹലോ, ഹൗ ആർ യു? നോട്ട് ഫൈൻ, താങ്ക് യു. ഓടിക്കോ മോട്ടു, ഓടിക്കോ. മോട്ടു പത്ലൂനെ പോലെ ധൈര്യമായ ആൾക്കാർ പേടിക്കുകയാണെങ്കിൽ കള്ളന്മാർ എന്തായാലും പേടിച്ച് ഓടും. നന്ദിയുണ്ട് മമ്മി. മമ്മി ഉണ്ടാക്കി തന്ന ഇഡ്ഡലി കഴിച്ചപ്പോൾ എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. കോൺസ്റ്റബിൾസ് പുറകെ ഓടൂ. ചിങ്കം സാർ, ഓടിക്കോ. ഞാൻ എന്തിനു ഓടണം? എന്നെ കണ്ട് മറ്റുള്ളവരല്ല ഓടേണ്ടത്. എനിക്ക് ഒന്നിനും പേടിയില്ല. എന്റെ അമ്മോ, ഓടിക്കോ വേഗം. നമ്മള് ബാങ്ക് മോഷ്ടിച്ചു. മോഷണത്തിൽ നമുക്ക് 1ാം സ്ഥാനം കിട്ടും. ഭൂതം ഭൂതം ഭൂതം.
ഓടിക്കോ ഓടിക്കോ. പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ ഞാൻ ഭൂതത്തെ നേരിട്ട് കാണുന്നത്. ഇതിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ അപ്പൊ എന്താ പറയേണ്ടത്? അപ്പോൾ എന്തും പിടി കിട്ടുന്നില്ല, കവിത വരുന്നില്ല. ഓടിക്കോ ഓടിക്കോ. നിന്റെ കവിത പറയുന്നത് നിർത്തിക്കോ, എന്നിട്ട് എന്നോടൊപ്പം കൂട്ടുകൂടിക്കോ. എനിക്ക് കള്ളന്മാരായ ഭൂതങ്ങളെ ഒരുപാട് ആവശ്യമുണ്ട്. ഇവിടുന്ന് മോഷ്ടിച്ച് ഓടിപ്പോകുന്ന ഭൂതങ്ങളെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി. ആ ഇല്ല ഇല്ല, എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ രണ്ടുപേരും ശത്രുക്കളായിട്ട് തന്നെ ഇരുന്നാ മതി. ഞങ്ങള് ഭയങ്കര വൃത്തികെട്ടവന്മാരാ, കള്ളന്മാരാണ്, മോഷ്ടിക്കുകയും ചെയ്യും, ചേറ്റത്തരവ് കാണിക്കുകയും. അതുകൊണ്ടാ പറഞ്ഞത്. വാവ് വാവ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലത്തെ കള്ളന്മാരെയാണ് എനിക്ക് ആവശ്യമുള്ളത്. ആ, എടാ നമ്പർ 1, നമ്പർ 2, എണീറ്റ് പോടേ. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോടേ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണേ. ദേ, അത് കണ്ടോ, ജോണും അവന്റെ കൂട്ടരും രക്ഷപ്പെടുന്നത്. എന്റെ അമ്മോ, ഇങ്ങനെ കല്ലേറ് കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ ഭൂതം ഞാനായിരിക്കും. എനിക്ക് മാത്രം എന്തിനങ്ങനെയൊക്കെ സംഭവിക്കണത്? പെട്ടെന്ന് ജോണിന്റെ പുറകെ പോണം. എന്നെ കണ്ടവൻ പേടിച്ചാ പിന്നെ ഒരിക്കലും മോഷ്ടിക്കില്ല അവൻ. പുറകെ പോ. നിക്ക്. ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് നിൽക്കാൻ. മോട്ടു, ഭൂതം നമ്മുടെ പിന്നിലുണ്ട്. ഒന്ന് വേഗം പോ. പൊളിച്ചെടുത്തല്ലോ. ഈ ഭൂതങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയോ? മമ്മി രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. Hey, stop. അവന്മാര് നമ്മുടെ പുറകെയല്ലേ വന്നോണ്ടിരുന്നത്. പിന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്തിനാ മുന്നോട്ട് പോയത്? വണ്ടി നിർത്ത്. എന്റെ ഉടയ തമ്പനെ ഒരു തവണയെങ്കിലും രക്ഷിക്കാം. ഒരേ ഒരു തവണ. ഇനി മുതൽ ഞാൻ മോഷ്ടിക്കില്ല. പുറകെ തന്നെ വണ്ടി വിട്ടോ. നല്ല രസമുണ്ട്. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നു നമ്മൾ ആകാശത്തിൽ പറക്കുന്നത് പോലെ ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും ആകാശത്തൂടെ പറക്കുകയാണ് സാർ. എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിക്കണത്? ഇനി ഒരിക്കലും ഞാൻ ഭൂതത്തിന്റെ വേഷം കേട്ടില്ല. ജോൺ, ഇന്ന് നിനക്ക് ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആദ്യ ഭൂതത്തിന്റെ അടുത്തത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്. അത് ഞങ്ങളുടെ പിന്നാലെ ഓടിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. പൊളിച്ചെടുത്തല്ലോ. ഇവൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അതായത് നിങ്ങൾ എല്ലാവരും ഞാനിപ്പോ മുകളിലുള്ളവന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ആദ്യം ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ജോണിനെയും കൂട്ടുകാരെയാണ്. എന്റെ അടുത്തേക്ക് വന്നോ വേഗം. ഒരു തവണ എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കുകയില്ല. ഭാരതമാതാവാണ് സത്യം. ഇന്ത്യ നിയമമാണ് സത്യം. ഒറ്റൊരുത്തനും ഞാൻ വെറുതെ വിടില്ല. എന്തെങ്കിലും ചെയ്യപ്പത്തലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. ഭാരത മാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ഇത് ചിങ്കം സാറാണ്. ഓ, ഡ്യൂപ്ലിക്കേറ്റ് ഭൂതോ.
ഐഡിയ. ഈ ഭൂതം നമുക്ക് ഒരുപാട് പണി തന്നു. നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാം. എന്റെ അമ്മോ, ഞാൻ വീണ്ടും കുടുങ്ങിപ്പോയല്ലോ. പണി പാളിപ്പോയോ? അമ്മച്ചി, അപ്പൊ ഇത് ചിങ്കം സാറാ അല്ലേ? എന്നെ വിട്ടേക്ക്, എന്നെ പിടിക്കരുത്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റ് ആവർത്തിക്കില്ല. ഭൂതപ്രേത പിശാചുക്കളൊക്കെ പോട്ടെ, എവിടെ നിന്ന് വന്ന് അവിടേക്ക് തന്നെ പോട്ടെ. വെരി വെരി സോറി. ആ ബോട്ടുവിന്റെ മുന്നിൽ ഇപ്പൊ ഭൂതത്തിന് പോലും രക്ഷയില്ലാണ്ടായിരിക്കുക. നമ്മളൊക്കെ അപ്പൊ എന്ത് ചെയ്യാനാ? നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു കള്ളന്മാരല്ലേ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ ഇത്. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടറാ.